ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടന്നതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പറയാം. അത് ഞാൻ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ ഇടാം. അപ്പോൾ നമ്മുടെ ആ പൈസ കിട്ടാത്തതിൻ്റെ ഭയങ്കര വിഷമമായിരുന്നു നെവിൻ. എന്തായാലും ആ ഒരു വിഷമം അങ്ങ് മാറി. നെവിൻ ഒരു ടാസ്കിൽ പങ്കെടുത്തു. പഴയ ആ ഒരു എന്താ പറയുക കാറിൻ്റെ ആ ഒരു ടാസ്ക് ഉണ്ടല്ലോ, അതിൽ നെവിൻ 50,000 രൂപ കിട്ടി. അതുപോലെ തന്നെ എല്ലാ കണ്ടസ്റ്റൻറ്റുകളും അവർക്ക് പറ്റുന്ന രീതിയിൽ എല്ലാ പൈസയും കൊടുത്തു. 16,500 രൂപയാണ് നമ്മുടെ അനീഷേട്ടന് കിട്ടിയത്. അനീഷേട്ടന് 6,500 രൂപ നെവിന് കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നീട് ഓരോരുത്തർ ആദ്യമായിട്ട് അനീഷേട്ടനോടാണ് ചോദിച്ചത്. പിന്നീട് 4,500 രൂപ ഷാനവാസ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരും അവർക്ക് കിട്ടിയതിൽ നിന്ന് ഒരു ഭാഗം കൊടുക്കാമെന്ന് സമ്മതിച്ചു. എന്തായാലും നെവിന് ഒരു നല്ല തുക കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് ആ ഒരു നെവിന് പൈസ കിട്ടാത്തതിൻ്റെ ഒരു സങ്കടം നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരുന്നു അല്ലേ. എല്ലാവർക്കും പൈസ ഇങ്ങനെ ആ ഒരു കളി കളിക്കുമ്പോൾ പാവൻ നെവിൻ മാത്രം ഇങ്ങനെ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടിരുന്ന് കയ്യിലിരിപ്പുകൊണ്ടാണ്. പക്ഷെ എന്നാൽ പോലും നമുക്കത് ഒരു ഭയങ്കര വിഷമമുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ലാലേട്ടൻ ഒരു ബോർഡ് എടുത്തിട്ട് വരാൻ പറഞ്ഞു. സ്റ്റോർ റൂമിൽ പോയി. അപ്പം തീർച്ചയായിട്ടും സ്റ്റോർ റൂമിൽ പോകാൻ ഏറ്റവും ഇഷ്ടമുള്ള ആൾ അനീഷേട്ടൻ തന്നെയാണ്. ആ ഒരു ഡേ 1 മുതൽ ഈ ഡേ 93-ാമത്തെ ദിവസവും അത് അതുപോലെ തന്നെയാണ്. പുള്ളിയുടെ ക്യാരക്ടറിന് ഒരു മാറ്റവും ഇല്ല. അത് ലാലേട്ടൻ അവിടെ പ്രത്യേകം ചോദിക്കുന്നുണ്ട്. അനീഷിന് പ്രത്യേകതയാണല്ലോ, അനീഷിന് അവിടെ പോകാൻ ഇഷ്ടമാണല്ലോ എന്ന്. അപ്പം പിന്നെ ഷാനവാസ് പറഞ്ഞു അത് എന്താണെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആദില പറഞ്ഞു ചേട്ടനെ എല്ലാം ഭയങ്കരമായിട്ട് എല്ലാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന്. അത് കറക്റ്റാണ്. പുള്ളിക്ക് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ഇഷ്ടമാണ്. പുള്ളി ഭയങ്കര സത്യസന്ധനാണ്. പുള്ളി ഭയങ്കര ജെന്യുവിനായിട്ടുള്ളൊരു വ്യക്തിയാണ്. പുള്ളി എന്താ പറയുക, പുള്ളിക്ക് എല്ലാവരെയും ഭയങ്കര സഹാനുഭൂതിയാണ്. എല്ലാവരെയും സഹായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ അതാണ്. പിന്നെ ഒരു ഗെയിം സ്പിരിറ്റും ഉണ്ട്. ഏത് ടാസ്ക് കൊടുത്താലും അത് ഭയങ്കരമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഫസ്റ്റ് കിട്ടുന്നു സെക്കൻഡ് കിട്ടുന്നു എന്നുള്ളത് വിഷയമേ അല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ബോർഡിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇവരുടെ കയ്യിൽ കുറച്ച് ടോക്കൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ 8 പേരുടെയും പേരെഴുതിയിട്ടുണ്ട്. അപ്പോൾ 8 പേരുടെയും പേരെഴുതിയിട്ട് അതിനകത്ത് ഓരോരുത്തരുടെയും നിലപാട്. ഇപ്പം നിങ്ങൾ 93 ദിവസമായി ഹൗസിൽ. അപ്പം അവർ ടോക്കൺ ഒരു പേപ്പർ ചുരുട്ടിയിട്ടിട്ടുണ്ട്. ആ ഒരു ഇത് എടുത്തിട്ട് ആ കിട്ടുന്ന ആളിനെക്കുറിച്ച് നിങ്ങളുടെ വിലയിരുത്തലുകൾ എന്താണെന്ന് വെച്ചാൽ പറയാം. വളരെ നന്നായിട്ട് വിലയിരുത്തുന്ന ആളാണ് നെവിൻ അക്ബറൊക്കെ. അപ്പം നെവിനാണ് ആദ്യമായിട്ട് എടുത്തത്. നെവിന് കിട്ടിയത് അനീഷേട്ടനെ തന്നെയാണ്. അപ്പോൾ അതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഗെയിമർ എന്നുള്ളത് എൻ്റർടൈനർ, സഹാനുഭൂതി, ഏറ്റവും കൂടുതൽ നല്ല സഹാനുഭൂതിയുള്ള ആൾ, വിശ്വസ്തനാണ്, സത്യസന്ധനാണ്, സ്വന്തമായിട്ട് നിലപാടുള്ളവനാണ് എന്നുള്ളത്. ഇത്രയും 6 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഗെയിമർ എന്നുള്ള രീതിയിൽ അനീഷേട്ടന് കൊടുത്തത് 80% മാർക്കാണ്. അനീഷേട്ടന് നിവിൻ കൊടുത്തത് 80% മാർക്കാണ്. എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ അനീഷേട്ടന് നിവിൻ കൊടുത്തത് 10%. പക്ഷേ രാവിലെ ഈ മോർണിംഗ് സോങ് തന്നെ ഒരു എൻ്റർടൈനിങ് ആണ്. ഞാൻ എല്ലാ ദിവസവും അനീഷേട്ടൻ്റെ മോർണിംഗ് സോങ് ഇടുന്ന ആളാണ്. അപ്പോൾ അത് നെവിൻ അറിയാതെ പോകുന്നതാണ്. എല്ലാ ദിവസവും ഈ ഡേ 1 തൊട്ട് ഈ 91 ദിവസം 2 ദിവസത്തെ എപ്പിസോഡ് 91 ദിവസം വരെയും നമ്മൾ രാവിലെ അനീഷേട്ടൻ്റെ മോർണിംഗ് ഡാൻസ് കണ്ടിട്ടാണ് വീഡിയോസ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു എൻ്റർടൈനറും കൂടിയാണ്. അത് പാവം നെവിന് മനസ്സിലായിട്ടില്ല. പിന്നെ സഹാനുഭൂതിയിൽ 100% സഹാനുഭൂതി ഉണ്ടെന്നാണ് നെവിൻ പറയുന്നത്. ഭയങ്കര സഹാനുഭൂതിയാണ് പുള്ളിക്ക്. എല്ലാവരോടും ഭയങ്കര കരുണയാണ് എന്നാണ് പറയുന്നത്. വിശ്വസ്തത നമ്മുടെ ഈ പിള്ളേർ കയറിയപ്പം നമ്മുടെ 5 വൈൽഡ് കാർഡ് കയറിയപ്പോഴും അനീഷേട്ടനെ തന്നെയാണ് വിശ്വസ്തനായിട്ട് തിരഞ്ഞെടുത്തത്. 100% വിശ്വസ്തതയാണ് അനീഷേട്ടനിൽ നെവിൻ കാണുന്നത്. എന്ത് കാര്യവും വിശ്വാസത്തിൽ പറയാം. ഒരാളോട് പോലും പോയി പറയില്ല. അത് തന്നെയാണ് നമ്മൾക്കും അറിയാവുന്നത്. ഇത് കറക്റ്റായിട്ട് നമ്മൾ വിലയിരുത്തലുകളാണ്. അതുപോലെ അടുത്തത് 5ാമത് സത്യസന്ധതയാണ്. 100% സത്യസന്ധനാണെന്നും കൂടി നെവിൻ പറയുന്നു. 100% സത്യസന്ധതയ്ക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ സ്വന്തമായിട്ടുള്ള നിലപാടിന് 70% കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ കാരണവും നെവിൻ തന്നെ പറയുന്നു. ഇപ്പോൾ എന്താ പറയുക, അനുമോളുടെ പ്രണയ കുരുക്കിൽ അകപ്പെട്ടത് കൊണ്ട് അനുമോൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സംസാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് 100 കൊടുത്തേനെ എന്നുള്ളൊരു വാക്കും കൂടി നിവിൻ അവിടെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനങ്ങളുടെ പൾസാണ് പറഞ്ഞത്. അദ്ദേഹം സത്യസന്ധനായ, സഹാനുഭൂതിയുള്ള, വിശ്വസ്തനായ, ഒരു സ്വന്തമായിട്ട് നിലപാടുള്ള, വളരെ ജെനുവിനായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിനെ നെഞ്ചിലേറ്റിയത്. ഇനി തിരിച്ച് ഞാൻ അനുമോളെ പറയുവാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണല്ലോ അനുമോൾ ഗെയിമർ എന്നുള്ള രീതിയിൽ ഷാനവാസൊക്കെയാണ് 100% ഗെയിമറാണെന്ന് പറയുന്നുണ്ട്. കാരണവും പറയുന്നുണ്ട്. കാരണം അവൾക്കെല്ലാം ഗെയിമാണ്. എല്ലാവരുടെ ഇമോഷൻസും എല്ലാം അവൾക്ക് ഗെയിമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ എൻ്റർടൈനിങ് 20% അനുമോൾക്ക് പറയുന്നത്. പക്ഷേ അതിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ എൻ്റർടൈൻ അനുമോൾ ചെയ്യിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നൽ കേട്ടോ. പിന്നെ സഹാനുഭൂതി 0% പറയുന്നത്. 1% പോലും സഹാനുഭൂതി ഉള്ള ഒരു വ്യക്തിയല്ല. അതെനിക്കും തോന്നിയിട്ടുണ്ട്. ഒരാൾക്ക് പോലും അങ്ങനെ ഒരു വിഷമം ഉണ്ടെങ്കിൽ അവരെ
അവരെ പോയിട്ട് സമാധാനിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അവരെ ഒന്ന് ചീറപ്പാക്കാൻ നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ വിശ്വസത 10% വിശ്വസതയ്ക്ക് കൊടുത്തേക്കുന്നത്. 1% വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു ആളാണ് അനിമോളെന്ന് പറയുന്നത്. അത് നമുക്കും 90 ദിവസമായപ്പോഴാണ് എനിക്കും തോന്നിയത് വിശ്വാസത്തിൽ 1% പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു വിശ്വസതയില്ല. കാരണം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കൂട്ടുകെട്ട്, സ്വന്തം കാര്യം സാധിക്കാൻ വേണ്ടി മാത്രം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്ന ഒരു ഫേക്ക് പേഴ്സണാലിറ്റി ആയിട്ടാണ് എനിക്ക് അനിമോളെ തോന്നിയത്. പിന്നെ അതുപോലെ സത്യസന്ധത 0% സത്യസന്ധതയ്ക്ക് അനിമോൾക്ക് മാർക്ക് കിട്ടിയിരിക്കുന്നത്. സത്യസന്ധത ഇല്ലാത്ത ഒരൊറ്റ വ്യക്തി എന്നുള്ളത് അനിമോളാണെന്നാണ് പറയുന്നത്. അതും നമുക്ക് 90 ദിവസമായിട്ടാണ് മനസ്സിലായത്. അനിമോളെ പോലെ ഇത്രയും സത്യസന്ധത ഇല്ലാതെ ഫേക്ക് ഡ്രാമ കളിക്കുന്ന, എല്ലാം ഫേക്കായിട്ട് കാണുന്ന, ഗെയിം മാത്രം 100 ദിവസം തനിക്ക് നിൽക്കണം, തനിക്ക് കപ്പ് കിട്ടണം, ജനങ്ങളെ താനൊരു സെലിബ്രിറ്റിയാണ്, അതുകൊണ്ട് ഞാനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ സെലിബ്രിറ്റികൾ എന്നെ സഹായിക്കാനുണ്ട്, എന്നെ പിന്താങ്ങാനുണ്ട്, അതുപോലെ ഞാൻ സെലിബ്രിറ്റി ആയതുകൊണ്ട് എനിക്കൊരു വലിയ ഫാൻ ബേസ് ഉണ്ട്, പുറത്ത് PR വർക്ക് ചെയ്യാൻ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ പറയണില്ല. അപ്പോൾ ഇതൊക്കെയാണ് അനിമോളുടെ നിലപാട്. പിന്നെ അതിനുശേഷം സ്വന്തമായിട്ട് നിലപാടുണ്ടോ വെച്ചപ്പോൾ വെറും 10% പറഞ്ഞിരിക്കുന്നത്. സ്വന്തമായി യാതൊരു നിലപാടുമില്ലാത്ത വ്യക്തിയാണ് അനിമോളെന്നാണ് ഹൗസിലുള്ള ആൾക്കാരുടെ വിലയിരുത്തൽ. ഇത് നമ്മുടെ വിലയിരുത്തലല്ല, ഹൗസിലുള്ളവരുടെ വിലയിരുത്തലാണ് കേട്ടോ. അപ്പം ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്. പക്ഷേ 90 ദിവസം ആകേണ്ടി വന്നു എനിക്കൊക്കെ മനസ്സിലാവാൻ. ഭയങ്കര കഷ്ടമായിപ്പോയില്ലേ. പക്ഷെ മനസ്സിലായതാണ്. നമ്മുടെ ഇഷ്ടം കൊണ്ട് നമ്മൾ പറയാതിരുന്നതാണ്. നമ്മൾ ആ കിച്ചണിൽ കാണിക്കുന്ന കാര്യങ്ങളും വിളമ്പിക്കൊടുക്കുന്ന കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് പെരുത്ത് വരുന്നതാണ്. പക്ഷെ പറയാൻ കഴിഞ്ഞില്ല, സ്നേഹം കൊണ്ട് പറയാൻ കഴിഞ്ഞില്ല.